ഹായ് ഹലോ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് എഡ്യൂമേറ്റിൻ്റെ ക്രാഷ് കോഴ്സ് സെൻറ്ററിലാണ്. അതായത് ഇന്ന് മെയ് 2-ാം തീയതിയാണ്. മെയ് 3 അതായത് നാളെയാണ് ഇവിടുത്തെ ഒരു ഫൈനൽ റിവിഷൻ എക്സാം, മോഡൽ എക്സാം നടക്കുന്നത്. മെയ് 5-ന് കാര്യം നമുക്ക് നീറ്റ് എക്സാം വരാൻ പോകണം. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള റിവിഷൻ എക്സാം നാളെ നടക്കാൻ പോവാണ്. അതിൻ്റെ ഫുൾ തിരക്കാണ് ഈ കാണുന്നത്. എല്ലാവരും ഭയങ്കര കമ്പൈൻ സ്റ്റഡി ആയിട്ടും ഡിസ്കഷനും ഒക്കെ ആയിട്ട് വളരെ തിരക്കാണ്. അപ്പോൾ നമുക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട, എന്നാലും കുറച്ച് പേരോട് സംസാരിക്കണമെന്നുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ പഠിക്കട്ടെ. നമുക്കൊന്ന് ലാസ്റ്റ് അങ്ങ് അറ്റത്ത് പോയി ഒന്ന് ആദ്യം സംസാരിച്ചിട്ട് വരാം. ഹായ്, എല്ലാവരും തിരക്കിലാണെന്ന് അറിയാം. കുറച്ച് നേരം ഞാനൊന്ന് ടൈം എടുക്കുകയാണ്. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ് ഫസ്റ്റ് ഓഫ് ഓൾ. ഈ ഒരു 2 ഇയേഴ്സ് +1 +2 ഉള്ള ക്ലാസ്സുകളാണ് ഈ ഒരു 1 മന്ത് കൊണ്ട് കവർ ചെയ്ത്. അപ്പം ജെന്യുവൻലി പറയും, ഈ ഒരു 2 ഇയേഴ്സ് ഉള്ള ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയായിരുന്നു? പറ്റിയാണ്. പഠിക്കുന്ന കുട്ടികൾ എവിടെ പോയാലും പഠിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കാനാണ് വരുന്നതെങ്കിൽ നമ്മൾ പഠിക്കും. അവർ അതിനനുസരിച്ച് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാൽ നമ്മളെ കൊണ്ട് പഠിക്കാൻ സാധിക്കും. അപ്പോൾ 2 ഇയേഴ്സിന് ആ ഒരു ഇത് അവർ അത്രയും സിമ്പിളായിട്ട് ടിപ്സും ട്രിക്സും ഒക്കെ ഉപയോഗിച്ച് പഠിപ്പിച്ചപ്പോഴത്തേക്ക് അതിൻ്റേതായ ഒരു റിസൾട്ട് നിങ്ങളുടെ ഇതിൽ വരുന്നുണ്ട് അല്ലേ? സോ ഇവിടെ ആൽമരത്തിൻ്റെ ചോട്ടിലിരുന്ന് കുറച്ച് ആൾക്കാർ ഭയങ്കര ഡിസ്കഷനാട്ടോ. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ പോകുമെന്ന് ചോദിക്കാം. എല്ലാവരുടെ അടുത്തും അവരുടെ അഭിപ്രായങ്ങളും എക്സ്പീരിയൻസും ഒക്കെ ഒന്ന് ചോദിക്കാം. നമുക്ക് അവരോട്ടും ഹായ്. ഇവിടെയും എവിടെ നോക്കിയാലും ഫുൾ ഡിസ്കഷനാണ്. നാളത്തെ എക്സാമിൻ്റെയും നീറ്റിൻ്റെയൊക്കെ ഒരു ഫൈനൽ ഇതിൽ പ്രിപ്പറേഷനിലാണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ കുറച്ച് സമയം ഞാൻ ചോദിക്കുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ പേരെന്താ? ഷിന. ഓരോ ആൾക്കാരായിട്ട് പരിചയപ്പെടാൻ കേട്ടോ വഴിയെ. ഓക്കെ, എനിക്കറിയേണ്ടത് നമ്മുടെ എഡ്യൂമേറ്റിൻ്റെ ഒരു 1 മന്ത് ജേർണി അല്ലേ? നാളെ അവസാനിക്കാൻ പോവുകയാണ്. നാളെ മെയ് 2 നിങ്ങളുടെ ഇവിടുത്തെ ഫൈനൽ റിവിഷനാണ്. മെയ് 5-ാം തീയതി നിങ്ങളുടെ നീറ്റ് എക്സാമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 1 മന്ത് ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ പേഴ്സണൽ? എനിക്കറിയേണ്ടതെന്ന് വെച്ചാൽ ഉള്ളിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് വന്നപ്പോൾ എനിക്ക് ക്രാഷ് കോഴ്സിനെ കുറിച്ചൊന്നും അധികം ഒരു ഇതില്ലായിരുന്നു. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു എക്സാം ഉണ്ടായിരുന്നു, മോഡലിൻ്റെ എൻട്രൻസ് മോഡൽ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എക്സാം എഴുതി അങ്ങനെയാണ് എഡ്യൂമേറ്റിനെ കുറിച്ചൊക്കെ അറിയുന്നത്. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ എഡ്യൂമേറ്റിലോട്ട് വന്നത്. വന്ന സമയത്ത് നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ലോണം നല്ല ക്ലാസ്സുകളായിരുന്നു എല്ലാം. പഠിപ്പിക്കുന്ന സാർമാരായാലും അടിപൊളിയായിട്ട് പഠിപ്പിക്കും. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാർമാർ അതെല്ലാം ക്ലിയർ ചെയ്ത് തരും. അതുപോലെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട എക്സാംസ് ഒക്കെയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഡെയിലി എക്സാംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എക്സാംസ് ഒക്കെ തന്നെ നമുക്ക് നല്ലൊരു പ്രയോജനകരം ഇംപ്രൂവ് ചെയ്യാനായിട്ട് സ്വയം നന്നായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ സൺഡേ നമുക്ക് വേറെ ഒരു മോഡൽ എക്സാം ഉണ്ട്, പ്രീവിയസ് ചെയ്യേണ്ട മോഡൽ എക്സാം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ 2000-ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നല്ലൊരു ക്ലാസ്സുകളായിരുന്നു. താങ്ക് യു. എന്താ പേരെന്താ? എൻ്റെ പേര് നൗമി. എന്താണ് ഇവിടുത്തെ എഡ്യൂമേറ്റിൻ്റെ ഈ ഒരു 1 മന്ത് ജേർണി എക്സ്പീരിയൻസ്? ആദ്യമൊക്കെ ഇവിടെ വന്ന് ഭയങ്കര ടെൻഷനായിരുന്നു. ഇതെങ്ങനെ +1 +2 2 വർഷത്തെ ക്ലാസ് എങ്ങനെ ഒരു മാസം കൊണ്ട് എടുക്കുമെന്ന്. അങ്ങനെ ഇവിടെ ക്രാഷ് കോഴ്സ് വന്നപ്പം അവർ ക്ലാസ്സൊക്കെ നന്നായിട്ട് ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു 2 ഇയേഴ്സ് ഉള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റിയോ? അത്യാവശ്യം നന്നായിട്ട് കവർ ചെയ്തു. പിന്നെ നീറ്റ് എക്സാം ചെയ്തിട്ട് നല്ലൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഡെയിലി എക്സാംസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് സ്വയം ഒരു ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ കുറേ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടല്ലോ. ഇത് സ്റ്റഡി മെറ്റീരിയൽസാണ് പിന്നെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളത്. അവരിത് 3 പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അങ്ങനെ നമുക്ക് നല്ല 2000-ലേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു ഇതിലൂടെ. താങ്ക് യു. ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. പേര്? ആർഷ. അപ്പോൾ ഇവിടെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ സ്റ്റഡി മെറ്റീരിയൽ തന്നെയാണ്. 3 പോർഷനായിട്ട് തിയറി, ന്യൂമെറിക്കൽസ്, അങ്ങനെ ഒരുപാട്. അതുപോലെ ആദ്യം 20ഓളം ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ വെച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് വീട്ടിൽ പോയതിന് ശേഷവും 35ഓളം ക്വസ്റ്റ്യൻസ്. അതിൻ്റെ ഇപ്പോൾ ഹിൻസ് ആൻഡ് സൊല്യൂഷൻ. സാധാരണ ബുക്കിലാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ മാത്രം, ഏതാണ് ആൻസർ എന്ന് മാത്രമേ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇതിൽ എങ്ങനെ നമുക്ക് ചെയ്യാം, സൊല്യൂഷൻസ്, അതിൻ്റെ ഹിൻഡ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ പിറ്റേ ദിവസം നമ്മൾ ഡൗട്ട് ക്ലിയറൻസിനായാലും അവർ ഇൻഡിവിജ്വലി പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഹോം അസൈൻമെന്റ്സ് ഒക്കെ കൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഇപ്പോൾ തന്നെ 2000-ലധികം ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഈ സംഭവം ഇവിടെ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. ഫുള്ളി കോൺഫിഡൻസ് ആണ് നീറ്റ് എഴുതാനായിട്ട്. എന്തായാലും കൂടിയിട്ടുണ്ട്. ഒരുപാട് വന്നതിൽ നിന്ന് ഒരുപാട് മെച്ചപ്പെട്ട ഐഡിയാസ് ഒക്കെ കിട്ടിയല്ലേ, എന്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യേണ്ടതെന്നൊക്കെ? ആദ്യം നമുക്കൊരു ഐഡിയ ഇല്ലാതാണ് വന്നത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം നല്ലൊരു രീതിയിൽ ക്വസ്റ്റ്യൻസിൻ്റെ ആ പാറ്റേൺ മനസ്സിലാവുന്നുണ്ട്. താങ്ക് യു. പേരെന്തായിരുന്നു? എൻ്റെ പേര് അനാമികയുടെ എക്സ്പീരിയൻസ് പറയൂ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ വിചാരിച്ചില്ല 2 വർഷം കൊണ്ട് പഠിച്ചത് ഈ 1 മാസം കൊണ്ട് പഠിച്ച് തീർക്കാമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ഇത്രയും നല്ല കറക്റ്റ് ടൈമിങ്ങിൽ ഓരോന്ന് പഠിപ്പിച്ച് തീർക്കുവാനും ഇവിടുത്തെ സാറുമാർക്ക് ടീച്ചർമാർക്ക് കഴിയുന്നുണ്ട്.
അതുപോലെ തന്നെ നല്ല ഹെൽപ്ഫുള്ളാണ്. സ്റ്റഡി മെറ്റീരിയൽസ് ആയാലും അതുപോലെ തന്നെ 3 പാർട്ടായിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ ചെന്നാൽ ഹോം അസൈൻമെൻറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം നമ്മൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എങ്ങനെയുണ്ട് അവരുടെ സപ്പോർട്ടൊക്കെ? എങ്ങനെയുണ്ട് ഫാക്കൽറ്റീസിന്റെ? നല്ല സപ്പോർട്ടാണ്. നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാനും ഒരു മടിയില്ല. നല്ല രീതിയിലൊരു ക്ലാസ്. എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടത്? എങ്ങനെയാണ് എഡ്യൂമേറ്റിൽ എത്തിപ്പെട്ടത്? പുറത്തുനിന്ന് നമുക്ക് നിറയെ ഇതുണ്ടായിരുന്നു. എഡ്യൂമേറ്റ് നല്ല ക്ലാസ് തരുന്നുണ്ട്. ക്രാഷിലൂടെ ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലും പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇതൊക്കെ വന്നു. അങ്ങനെ എന്നതാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും എക്സാമിലേക്ക് എല്ലാവർക്കും. ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലേ, വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഇനി എന്തെങ്കിലും എക്സ്ട്രാ പറയാനുണ്ടോ? എക്സ്ട്രാ പറയാൻ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒട്ടും പ്രതീക്ഷയില്ല. ഒരു മാസത്തെ ക്ലാസ് കൊണ്ട് ഇങ്ങനെ ഇത്രയും കവർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ഇവിടുത്തെ സാറുമാരായാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. നമുക്ക് ഡൗട്ട് വന്നാലും ക്ലിയർ ചെയ്ത് തരും അവർ. ഭയങ്കര സപ്പോർട്ടീവ്. ഇൻഡിവിജ്വൽ ഒരു അറ്റൻഷൻ കിട്ടും അല്ലേ? അറ്റൻഷൻ കിട്ടും. നമുക്ക് ഒരു നല്ലൊരു കോൺഫിഡൻറ്റ് കിട്ടും. നമുക്ക് പെട്ടെന്ന് എല്ലാം കവർ ചെയ്യാൻ പറ്റി. മൊത്തത്തിൽ പറഞ്ഞാൽ കൊള്ളാം. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. താങ്ക് യു. പേരെന്തായിരുന്നു? അർഫാൻ ഇവിടെ ഫസ്റ്റ് ഡേ ജോയിൻ ചെയ്തതും ഇന്നതാ ഈ May 2 ഈ ഒരു ഗ്യാപ്പിനിടയ്ക്ക് എങ്ങനെയുണ്ട് അർഫാൻ്റെ എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വന്ന സമയത്ത് എനിക്കെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ എത്തിപ്പെടാൻ കാരണം തന്നെ +2 ഞാൻ കുറച്ച് ഫ്രൈറ്റൻഡ് ആയിരുന്നു. പേടിയായിരുന്നു. എന്ത് ചെയ്യണം കൺഫ്യൂഷൻ ആയിരുന്നു. ഏത് ചൂസ് എടുക്കണം. ഭയങ്കര ഒരു ഫ്രൈറ്റൻഡ് ആയിരുന്നു. ഫ്രൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു എന്തോ ഒരു മിറാക്കിൾ അനുസരിച്ച് എഡ്യൂമേറ്റ് എന്നെ വിളിച്ചിരുന്നു. ഇങ്ങനെ 1 month കോഴ്സ് ഉണ്ട്, നല്ല ഹെൽപ്ഫുള്ളാണ്, ഒരു കോൺസെപ്റ്റ് ലേണിംഗ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതിൽ എത്തിപ്പെട്ടു. വന്ന സമയത്ത് ഓരോ ഡേ കൊള്ളാമായിരുന്നു. ക്ലാസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഡെയിലി മോക്ക് ടെസ്റ്റ് ഉണ്ട്. ഇവിടെ ഇപ്പം ഈവനിങ് ഇവിടെ വിട്ടാൽ പോലെ ഹോം അസൈൻമെൻറ്റ്സ് ഉണ്ട്. റെഗുലറായിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ഓൺലൈൻ വരെ ആയിരിക്കും. പിന്നെ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടായിരുന്നു. സുവോളജി, ബോട്ടണി, അങ്ങനെ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. ഇവിടുത്തെ ടീച്ചേഴ്സ് അവർ നല്ല ഒരു സപ്പോർട്ടായിരുന്നു. പിന്നെ മെൻറ്റേഴ്സ് ഇപ്പം നമ്മളൊരു ഡേ ആബ്സെൻ്റ് ആയപ്പോഴും അവർ വിളിച്ച് അന്വേഷിക്കും എന്താണ് നിങ്ങൾക്ക് പറ്റിയ. അവർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. എപ്പോഴും നമ്മൾ എന്തുകൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല, അവർക്കൊരു ഇതുണ്ട്. അപ്പം കൊള്ളായിരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ തിരിച്ച് പിറ്റേ ദിവസം വരുമ്പോൾ പോർഷൻസ് ഒക്കെ കവർ ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ടൈമുണ്ട്. നിങ്ങൾ വെച്ചാൽ ഈവനിങ് ഒരു ടൈമുണ്ട്, ഇത്രയും ടൈമുണ്ട്. അവിടെ വന്ന് നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം, ഡൗട്ട് മിസ്സായത് കവർ ചെയ്ത് തരാം. അങ്ങനെയൊക്കെ നല്ല ഹെൽപ്ഫുള്ളാണ്. മിസ്സൊക്കെ ചെയ്യും. ക്ലാസ് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. ഇനിയിപ്പോൾ ഈ ഒരു 1 month കോഴ്സ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇവരൊക്കെ മിസ് ആവും അല്ലേ? എഡ്യൂമേറ്റഡ് ടീം, ഫ്രണ്ട്സ്, ഫാക്കൽറ്റീസ് ഒക്കെ. എനിവേ മിസ്സായാൽ പോലും ഇനി ഫ്യൂച്ചറിലേക്കുള്ള ഒരു വലിയ മൈൽ സ്റ്റോണിലോട്ട് കയറാൻ പോകണം. അപ്പോൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഒരു കോൺഫിഡൻസ് കിട്ടി. ഇപ്പോൾ ഡേ ടു ഡേ തൗസൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നു. അങ്ങനെ നല്ല കുറച്ച് ഇതുപോലെ ചെയ്യുമ്പോൾ ഒരു സ്പീഡ് കിട്ടും. ഇപ്പം തന്നെ എനിക്ക് വന്ന സമയത്തൊക്കെ ആയിട്ട് നല്ല ബെറ്റർ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ വന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ മാക്സിമം ഒരു 2 minute 3 minute. ഇപ്പോഴാണ് 40 seconds കൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു ഇത് പറ്റുന്നുണ്ട്. നല്ല ഹെൽപ്ഫുള്ളാണ് ക്ലാസ്. താങ്ക് യു. പേരെന്തായിരുന്നു? എൻ്റെ പേര് ജോമി. പിടിക്കാവോ മൈക്ക്? ജോമി, എല്ലാവരുമായിട്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ, നാളത്തെ റിവിഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈനൽ ഡിസ്കഷൻ. എങ്ങനെയുണ്ട് ജോമി ഈ ഒരു എൻട്രൻസ് ക്രാഷ് കോഴ്സ് എഡ്യൂമേറ്റിൻ്റെ? ഞാൻ ഇവിടെ ക്ലാസ് ജോയിൻ ചെയ്തിട്ട് ഏകദേശം 1 month ആവുന്നുണ്ട്. ഞാൻ വന്നപ്പോൾ എൻ്റെ കോൺഫിഡൻസ് ഏകദേശം ട്രൂലി 0% എൻ്റെ കോൺഫിഡൻസ്. എന്നാൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ കോൺഫിഡൻസ് ഏകദേശം 100% എന്ന് പറയാൻ പറ്റും. ഏകദേശം കോൺഫിഡൻസ് ഉണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന്. കാരണം ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടും അവരുടെ സപ്പോർട്ട് കൊണ്ടും എന്തായാലും നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞത് മാക്സിമം സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഇൻവോൾവ്മെന്റ് പോലെ തന്നെ പാരൻസുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇവിടുത്തെ ഫാക്കൽറ്റീസും മെൻറ്റേഴ്സും ഒക്കെ വെക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് ജോമിക്ക് പറയാനുള്ളത്? അതെ, അവർ വളരെയധികം നല്ലൊരു കാര്യമാണ്. നമുക്ക് ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അവർക്ക് ഡെയിലി മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഓരോ ദിവസത്തെ മാർക്കും അവർ ഞങ്ങളെ അറിയിക്കുന്നുണ്ട്, പാരൻസിനെ അറിയിക്കുന്നുണ്ട്. അപ്പം പാരൻസ് നമ്മളെ വിലയിരുത്തുന്ന ഒരു രീതി മാറിയിട്ടുണ്ട്. വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു എഡ്യൂമേറ്റിൽ വന്നത് കാരണം. ഇനി വരാൻ ആഗ്രഹിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? ഇനി ഇത് എന്തായാലും ഇങ്ങനെ വരുന്നത് കൊണ്ട് ഒരിക്കലും ദോഷം ഉണ്ടാവില്ല, വെറും ഗുണങ്ങളെ ഉണ്ടാകത്തുള്ളൂ. കോൺഫിഡൻസ് എപ്പോഴും കിട്ടും. പിന്നെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് നമ്മളിനി ഏത് സ്ഥാനത്ത് പോയാലും ഞങ്ങളൊരു മറക്കത്തില്ല. എവിടെ പോയാലും ഞങ്ങളവിടെ ചെന്ന് മിണ്ടും, അവരെ അന്വേഷിക്കും, എന്തായാലും ചെയ്യും. താങ്ക് യു. അവിടെ ഹാൻഡ് ഓവർ ചെയ്യാം മൈക്ക്. പേരെന്തായിരുന്നു? എൻ്റെ പേര് അദ്വൈത്. അദ്വൈതിന്റെ കാര്യം എന്താണ് പറയാനുള്ളത്? എഡ്യൂമേറ്റിനെ കുറിച്ച്, എക്സാമിനെ കുറിച്ച്, ഇനിയിപ്പോൾ നീറ്റ് എക്സാം വരാൻ പോകണം, അതിനെ കുറിച്ചൊക്കെ. ഇത് മെയിൻലി ഇവിടുത്തെ മെൻറ്റേഴ്സാണ്, വളരെ സപ്പോർട്ടീവാണ്. കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല. കാരണം എല്ലാവരും പേടി സ്വപ്നം എന്ന് പറഞ്ഞാൽ പറയാം, കാരണം ഈ എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത്. ബട്ട് ഇവിടുത്തെ ഇവരുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാരണം ഇറ്റ്സ് റിയലി എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ തോന്നുന്നു.
അപ്പോൾ അത് വെറും തോന്നലല്ല, എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റും. അത്ര നല്ല രീതിയിലാണ് ഇവിടുത്തെ എഡ്യൂക്കേഷൻ, ഇവരുടെ അക്കാഡമിക് അവർ കൊണ്ടുപോകുന്നത്. നമ്മൾ നേരെ സംസാരിച്ചെന്ന് തോന്നുന്നു അല്ലേ? ഇവരെല്ലാവരും ഓടി നടന്ന ഗ്രൂപ്പ് ഡിസ്കഷൻ, കാര്യം നാളെയാണല്ലോ ഫൈനൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലാണ്. നാളത്തെ ഒരു റിവിഷൻ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും അല്ലേ? ഇതുവരെ നടന്നത് ഡെയിലി എക്സാംസും മോക്ക് എക്സാംസും ഒക്കെ വെച്ചിട്ട് നാളെയാണ് നിങ്ങളുടെ ഒരു ഫൈനൽ. ഇവിടുത്തെ ഒരു ഫൈനൽ ഡേ നാളെയല്ലേ? അപ്പോൾ ഒരു ഊഹം കിട്ടും ഏകദേശം. പിന്നെ പോകുന്നത് മെയിൻ എക്സാമിലേക്കാണ്, May 5th നീറ്റ് എക്സാമിലേക്ക്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ടൊരു ഓൾ ദ ബെസ്റ്റ് അറിയിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ട്രീമിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടട്ടെ. നല്ല ഫ്യൂച്ചറിൽ വലിയ വലിയ ഡോക്ടേഴ്സും നിങ്ങളുടെ ഏതാണോ ലെവൽ അതിൽ നിങ്ങൾ ഉന്നതരായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കുറേ സ്റ്റുഡൻസിനോട് സംസാരിച്ച് കഴിഞ്ഞു. കുറേ പേരെടുത്തൊന്നും ഓടി എത്താൻ പറ്റില്ല, കാര്യം ഇവിടെ എല്ലാ ക്ലാസ്സിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനിടയിൽ പോയി ഡിസ്റ്റർബ് ചെയ്യേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നാളെയാണ് ഇവിടുത്തെ മെയിൻ എഡ്യൂമേറ്റിൻ്റെ മെയിൻ റിവിഷൻ എക്സാം നടക്കാൻ പോകുന്നത്. അതോടുകൂടി ഇവിടുത്തെ ക്ലാസ്, ഈ വർഷത്തെ ക്രാഷ് കോഴ്സിൻ്റെ ക്ലാസ് എൻഡ് ആവാൻ പോവുകയാണ്. പിന്നെ അവർക്ക് പോകുന്നത് 5-ാം തീയതി, May 5-ാം തീയതി നടക്കുന്ന, നമ്മളെല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന നീറ്റ് എക്സാം ഹാളിലേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോൺഫിഡൻസ് ആണെങ്കിലും സപ്പോർട്ട് ആണെങ്കിലും ഒക്കെ മെൻ്റലി ആണെങ്കിലും അക്കാഡമിക് ആണെങ്കിലും എല്ലാ രീതിയിലും എഡ്യൂമേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി എല്ലാം സ്റ്റുഡൻസിൻ്റെ കയ്യിലാണ്. ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടായിട്ട് അവരുടെ ഫാക്കൽറ്റീസും മെൻറ്റേഴ്സും ഒക്കെ കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. കൂടാതെ അവരുടെയൊക്കെ പാരൻസിനും ഒരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുന്നു. അതേപോലെ സപ്പോർട്ടീവായിട്ട് ഫാക്കൽറ്റീസിൻ്റെ കൂടെ നിന്ന് അവരുടെ എല്ലാ രീതിയിലും സ്റ്റുഡൻസിന് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തതിൽ സോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. എഡ്യൂമേറ്റിന് ഒരു വലിയ താങ്ക്സ് അറിയിക്കുന്നു. താങ്ക് യു. Edumed Entrance Coaching Center, the pioneers of entrance coaching in Southern Kerala.